പാർട്ടി യോഗത്തിനിടെ തമ്മിൽ തല്ലും കസേരയേറും കസേര കൊണ്ടുള്ള അടിയുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പലവട്ടം. അത് പക്ഷേ CPM-ലല്ല, മറ്റു പാർട്ടികളിലാണ്. ഇപ്പോഴത്തെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കയ്യാങ്കളി. കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ മുതിർന്ന 2 നേതാക്കൾ എ പത്മകുമാറും ഹർഷകുമാറും ഇരുവരെയും ഒപ്പമിരുത്തി പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് എല്ലാം നിഷേധിക്കേണ്ടി വന്നു. സ്വാഭാവികമായി ഇങ്ങനെ ഒരു വാർത്തയെ സംബന്ധിച്ച് എന്തെങ്കിലും ആധികാരികമായി ചോദിക്കേണ്ടത് ജില്ലാ സെക്രട്ടറി എന്ന രീതിയിലാണ് എന്നോട് ഒരു ചാനലും ചോദിച്ചു. എല്ലാവരോടും തന്നെ രാത്രി കൊടുത്തെന്ന് പറയുമ്പോൾ അത് മാധ്യമങ്ങൾ ഒന്നിച്ചിരുന്ന് ആലോചിച്ചാൽ രാത്രി തന്നെ കൊടുത്തു. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് വല്ലാത്തൊരു വയ്യാവേലിയായി CPM-ന് കയ്യാങ്കളി. വോട്ടെടുപ്പ് കഴിയും വരെ നടപടിക്ക് സാധ്യത തീരെ കുറവാണ്. ഉപരി കമ്മിറ്റിയിൽ നിന്ന് VN വാസവൻ കൂടി പങ്കെടുത്ത യോഗത്തിലാണ് നേതാക്കൾ കൈവിട്ടുപോയത്. പുറമേ നിഷേധിക്കുമ്പോഴും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലകളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കത്ത് നൽകി കഴിഞ്ഞു പത്മകുമാർ. ഒരു തർക്കവും ഇല്ലാതെ നിങ്ങളെ വിളിച്ച് പറഞ്ഞവരോട് നിങ്ങൾ ചോദിക്കല്ലാതെ എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? രാജു എബ്രഹാമിനായിരുന്നു വിജയസാധ്യതയെന്ന് ഒരു വിഭാഗം ഇപ്പോഴും കരുതുന്നുണ്ട്. ഐസക്കിന്റെ പ്രചാരണം വേണ്ട രീതിയിൽ മുന്നോട്ടു പോകുന്നില്ലെന്ന് ഒരു വിഭാഗം കുറ്റപ്പെടുത്തുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വാക്പോരിനെയും കയ്യാങ്കളിയെയും കാണേണ്ടത്. ഞാനിപ്പോ എന്ത് പറയാ, സൃഷ്ടിച്ചവർക്ക് അറിയാമോ? അവർക്ക് അതിനകത്ത് ഇത് സൃഷ്ടിച്ചവർക്കല്ലാതെ എനിക്കിതിനെപ്പറ്റി എന്ത് പറയാൻ പറ്റും? അതെ, എനിക്ക് വല്ലതും പറയാം. ഞാൻ ഇന്നലെ രാത്രി 11:30 വീട്ടിൽ ഉറങ്ങി കിടക്കുമ്പോൾ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറയുന്നതാണ് ഇങ്ങനൊരു വാർത്ത വരുന്നു. ഞാൻ പിന്നെ എന്ത് പറയും? ഇടത് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനെ കിഫ്ബി മസാല ബോണ്ടിൽ ചോദ്യം ചെയ്യണമെന്ന് ED കോടതിയിൽ നിലപാടെടുക്കുന്നതിനിടയിലാണ് കയ്യാങ്കളി എന്ന ഈ വയ്യാവേലി. കോൺഗ്രസിൽ ഇന്ന് ചർച്ചയായത് AK ആന്റണിയുടെ പ്രതികരണമാണ്. മകൻ അനിൽ ആന്റണി BJPക്കായി മത്സരിക്കുമ്പോൾ ആന്റോ ആന്റണിക്ക് വേണ്ടി സാക്ഷാൽ AK ആന്റണി പത്തനംതിട്ടയിൽ പ്രചാരണത്തിനിറങ്ങുമോ? എന്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിരിക്കും. അപ്പോഴത്തെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് AK ആന്റണി എത്തിയാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യവും അസാന്നിധ്യവും ചർച്ച ചെയ്യും പത്തനംതിട്ട. അക്കാര്യം ഉറപ്പ്. ഇലക്ഷൻ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.